പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായി ആരാധനാക്രമ ദൈവശാസ്ത്രം എന്ന വിഷയമാണ് പഠിക്കുക. ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൻ്റെ ആമുഖ വശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ വിവിധ ആരാധനാക്രമ കുടുംബങ്ങൾ, അവയുടെ പ്രത്യേകതകളെക്കുറിച്ച്, അവ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അനുഷ്ഠിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചാ വിഷയമാക്കുക. റോമൻ ആരാധനാക്രമമാണ് ഏറ്റവും വലിയ ആരാധനാക്രമമെന്നും അതുകൊണ്ട് തന്നെ കാരണം 95% കത്തോലിക്ക വിശ്വാസികളും അനുഷ്ഠിക്കുന്നത് റോമൻ ആരാധനാക്രമം. ഇതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ടാമത്തെ വലിയ ആരാധനാക്രമം എന്ന് പറയുന്നത് അന്ത്യോക്യൻ ആരാധനാക്രമം. അന്ത്യോക്യൻ ആരാധനാക്രമം നമുക്കറിയാം, അത് പത്രോസ്ലീഹായുടെ വിശ്വാസ പൈതൃകമുള്ള അന്ത്യോക്യയിലാണ് ഇത് രൂപം കൊള്ളുക. യേശുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനികൾ എന്ന് ആദ്യം വിളിക്കപ്പെടുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. ആദിമസഭ ജെറുസലേത്ത് നിന്ന് അതിൻ്റെ വളർച്ച ആരംഭിച്ചത് അന്ത്യോക്യയിലേക്കാണ് എന്ന് നമുക്കറിവുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സഭാചരിത്രത്തിൽ, വിശിഷ്യ ആദിമസഭയിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമാണ് അന്ത്യോക്യ. ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ അപ്പസ്തോലിക പൈതൃകം അന്ത്യോക്യൻ സഭയ്ക്കുണ്ട് എന്നുള്ളത് സത്യം. പത്രോസിൻ്റെ സിംഹാസനം ഏത് എന്നുള്ളതിനെക്കുറിച്ച് അന്ത്യോക്യൻ സഭയും റോമൻ സഭയും തമ്മിൽ ഇന്നും തർക്കങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുക. അതായത് അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നവർ, അല്ലെ അന്ത്യോക്യൻ സഭകൾ പത്രോസിൻ്റെ സിംഹാസനമായി കരുതുന്നത് അന്ത്യോക്യയാണ്. റോമൻ സഭ പറയുന്നു പത്രോസിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്, പത്രോസ് രക്തസാക്ഷിത്വം വരിച്ചത്, പത്രോസ് തൻ്റെ പ്രവർത്തനങ്ങളുടെ സിംഹകാലം ചെലവഴിച്ചത് എന്നൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും റോമാണ് പത്രോസിൻ്റെ സിംഹാസനം എന്ന് റോമൻ സഭ വാദിക്കുന്നു. പത്രോസ് ആദ്യമായി എത്തിയതും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആളുകളെ സ്വീകരിച്ചതും സഭയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും അന്ത്യോക്യയിലാണ് എന്നുള്ളതിനാൽ അന്ത്യോക്യൻ സിംഹാസനത്തിൻ്റെ പ്രാധാന്യവും നമുക്കൊട്ടും കുറച്ച് കാണിക്കാൻ സാധിക്കുകയില്ല. ഏതാണെങ്കിലും പത്രോസ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകം അന്ത്യോക്യൻ സഭയ്ക്കും അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ആദിമ സഭകളിലെ പാത്രിയാർക്കൽ സിംഹാസനങ്ങളിൽ റോമൻ സഭയ്ക്കുണ്ടായിരുന്ന പ്രാഥമികത അത് കേവലം പത്രോസിൻ്റെ സിംഹാസനം ഏതായിരുന്നു എന്നുള്ള തർക്കത്തെ ആധാരമാക്കിയല്ല. റോമൻ സഭയ്ക്ക് ഈ 5 പാത്രിയാർക്കൽ സിംഹാസനങ്ങളിൽ പ്രാഥമികത ഉണ്ടായിരുന്നു എന്നുള്ളത് കേവലം ആരെങ്കിലും പിൽക്കാലത്ത് ആരോപിക്കുന്നതല്ല, മറിച്ച് 2-ാം നൂറ്റാണ്ട് മുതലെങ്കിലുമുള്ള രചനകൾ തന്നെ റോമൻ സഭയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് സിംഹാസനങ്ങളുടെ വലിപ്പച്ചെറുപ്പമെന്നോ ശ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ പരിമിതി എന്ന അർത്ഥത്തിലോ അല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആദിമസഭാ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പ്രതിസന്ധിക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഏതാണെങ്കിലും ഈ അന്ത്യോക്യൻ ആരാധനാക്രമം നമുക്കറിയാം. അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നത് അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്കരാണ്. അന്ത്യോക്യൻ ആരാധനാക്രമത്തിന് വെസ്റ്റ് സിറിയൻ ലിറ്റർജി എന്നൊരു പേര് കൂടിയുണ്ട്. വെസ്റ്റ് സിറിയ, പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം അഥവാ ആരാധനാക്രമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്ത്യോക്യ കേന്ദ്രമാക്കിയുള്ള ദൈവശാസ്ത്ര പാഠശാലയാണ് ഈ ആരാധനാക്രമത്തെ ഇത്രയും സജീവമായി നിയതമായ രൂപശൈലികളോടുകൂടി വളർത്തിയെടുത്തത് എന്നുള്ളതും നമുക്ക് അറിവുള്ള വസ്തുതയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അഗാധമായി പ്രണയിക്കുന്ന ഒരാരാധനാക്രമമാണ് അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന് നമുക്കറിയാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ തോന്നി ദയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി, ആ പരിശുദ്ധിയെ രക്ഷയായിട്ട് അനുഭവിക്കുന്ന സുന്ദരമായ ഒരു ആരാധനാക്രമ വീക്ഷണമാണ് വാസ്തവത്തിൽ അന്ത്യോക്യൻ ആരാധനാക്രമം അനുധാവനം ചെയ്യും. ഇതിന് സെമിറ്റിക് പാരമ്പര്യമുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൻ്റെ തുടർച്ച ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ കാണും. അന്ത്യോക്യൻ ആരാധനാക്രമത്തെക്കുറിച്ച് നമുക്കറിയാം, കേരളത്തിൽ തന്നെ അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന നിരവധി സഭകളുണ്ട്. കത്തോലിക്ക പാരമ്പര്യത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്കർ ഈ പാരമ്പര്യമാണ് അനുധാവനം ചെയ്യുക. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ, അതൊക്കെ സഭാചരിത്രത്തിലെ ചില സങ്കടകരമായ അധ്യായങ്ങളായിരുന്നുവെന്ന് സഭാചരിത്ര ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിരിഞ്ഞു പോയവരിൽ ഒരു വിഭാഗം 1930 തിരികെ വന്നപ്പോൾ 1653 മുതൽ അവരനുധാവനം ചെയ്തിരുന്ന അന്ത്യോക്യൻ ആരാധനാക്രമം തന്നെ തുടരാൻ തിരുസിംഹാസനം അനുവദിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മലങ്കര കത്തോലിക്കർ അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നവരായി തീർന്നത് എന്ന് നമുക്കറിയാം. മലങ്കര കത്തോലിക്കർ മാത്രമല്ല, കേരളത്തിലെ അകത്തോലിക്ക വിഭാഗങ്ങളിലെ 2 പ്രബല വിഭാഗങ്ങളായ യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, അവർ രണ്ടുപേരും ഈ അന്ത്യോക്യൻ ആരാധനാക്രമം അതിൻ്റെ സമ്പൂജ്യതയിൽ പരിരക്ഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇവിടെ നമുക്ക് വ്യക്തമാണ്, ഒരേ ആരാധനാക്രമം തന്നെ കത്തോലിക്ക പാരമ്പര്യത്തിലുമുണ്ട്, അകത്തോലിക്ക പാരമ്പര്യത്തിലുമുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആരാധനാക്രമം ഒന്ന് തന്നെ ആയിട്ടും ചില അടിസ്ഥാനപരമായ പ്രതിസന്ധികളുടെ പേരിൽ പിരിഞ്ഞു പോകേണ്ടി വന്നു. അടിസ്ഥാനപരമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു അധികാര തർക്കമാകാം, ഏതെങ്കിലും ഒരു അജപാലന വിഷയത്തെക്കുറിച്ചുള്ള തർക്കമാകാം. അതിൻ്റെ പേരിൽ പിരിഞ്ഞുപോയ സഭകൾ അവരുടെ ആരാധനാക്രമത്തെ ഏറ്റവും സമ്പൂജ്യമായി അവികലമായി ഇന്നും പരിരക്ഷിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ സഭകളുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും വലിയ ചാലക ശക്തിയായിട്ട് വർത്തിക്കാനും ആരാധനാക്രമങ്ങൾക്ക് തന്നെയാണ് കഴിയുന്നത് എന്നുള്ള സത്യം നമുക്ക് പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിയൂർ സഭ, അതും അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന സഭാവിഭാഗങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നവർ മാറോനീത്ത സഭാവിഭാഗവും അന്ത്യോക്യൻ ആരാധനാക്രമം അനുധാവനം ചെയ്യുന്നവർ. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിലും വിശ്വാസ തനിമയിലും അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ വളരെ ശക്തമായ സ്വാധീനമുണ്ട്. കേരളത്തിൽ 4 സഭാവിഭാഗങ്ങളെങ്കിലും 5 സഭാവിഭാഗങ്ങളെങ്കിലും അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നുണ്ട്. നമുക്കറിയാം, അത് മലങ്കര കത്തോലിക്ക സഭ, അതുപോലെ തന്നെ യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമ സഭ, തൊഴിയൂർ സഭ, ഇവരെല്ലാവരും കേരളത്തിൽ തന്നെ ഈ അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ്. ഒരേ ആരാധനാക്രമം വിവിധ സഭകൾ, അതും വ്യത്യസ്ത വിശ്വാസ പൈതൃകത്തിൽ അനുഷ്ഠിക്കുന്നു എന്നുള്ളതും ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ ഒരു സവിശേഷതയാണ്. സഭയിലെ 3ാമത്തെ സുപ്രധാനമായ ഒരു ആരാധനാക്രമ കുടുംബം എന്ന് പറയുന്നത് ബൈസൻ്റൈൻ ആരാധനാക്രമം. ബൈസൻ്റൈൻ ആരാധനാക്രമം നമുക്കറിയാം, പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ബിസാൻസിയും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മറ്റൊരു പേരാണ് ബിസാൻസിയും. ബൈസൻ്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് അതിനെ അപ്രകാരം പേര് രൂപാന്തരപ്പെട്ടത് എന്നതും സഭാചരിത്ര കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ബൈസൻ്റൈൻ ആരാധനാക്രമം ബിസാൻസിയും അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ച് വളർന്നു.
അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രീക്ക് ആരാധനാക്രമം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഗ്രീക്ക് ആരാധനാക്രമം. ഈ ഗ്രീക്ക് ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന ഇന്നുള്ള സഭകൾ തീർച്ചയായും ഗ്രീക്ക് സഭകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ ബൈസൻ്റൈൻ ആരാധനാക്രമമാണ് അനുധാവനം ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ കത്തോലിക്ക പാരമ്പര്യത്തിൽ റഷ്യൻ സഭ, ഉക്രേനിയൻ സഭ അനുധാവനം ചെയ്യുന്നത് ബൈസൻ്റൈൻ ആരാധനാക്രമമാണ്. അത് കത്തോലിക്ക പാരമ്പര്യത്തിലാണെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ ശരിക്കും അകത്തോലിക്ക പൈതൃകത്തിൽ ഈ ആരാധനാക്രമം അനുധാവനം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഈ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന 13ഓളം സഭകൾ, അൽബേനിയയിലെ സഭ, അതുപോലെ തന്നെ റൊമേനിയൻ സഭ, ഇവയുടെ ഉപവിഭാഗങ്ങളായ മറ്റ് 13 സഭാവിഭാഗങ്ങൾ കൂടി ഇന്ന് ബൈസൻ്റൈൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ബൈസൻ്റൈൻ ആരാധനാക്രമം ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ അത്രയ്ക്ക് പരിചയമില്ലാത്തൊരു ആരാധനാക്രമമാണ് എങ്കിലും അത് സഭാ പാരമ്പര്യത്തിൽ വളരെ വലിയ ഒരു പൈതൃകം പേറുന്ന ആരാധനാക്രമമാണ്. പാശ്ചാത്യ റോമാ സാമ്രാജ്യ ലത്തീൻ ആരാധനാക്രമത്തിന് കൊടുത്ത അതേ പ്രാധാന്യം പിൽക്കാലത്ത് ബൈസൻ്റൈൻ ആരാധനാക്രമത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ, സഭയിലെ പിളർപ്പുകൾ മൂലം ഈ ആരാധനാക്രമത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്നും സഭയിലെ ഏറ്റവും സജീവമായി നിലകൊള്ളുന്ന, അതുപോലെ തന്നെ ഏറ്റവും അധികം വിശ്വാസ തനിമ സൂക്ഷിക്കുന്ന ആരാധനാക്രമ പാരമ്പര്യങ്ങളിലൊന്നായിട്ട് ബൈസൻ്റൈൻ പാരമ്പര്യം ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന് അർമേനിയൻ ആരാധനാക്രമം. അർമേനിയൻ ആരാധനാക്രമം 384 മുതൽ അർമേനിയൻ സഭ ഇതര സഭകളിൽ നിന്ന് വേറിട്ട ഒരാരാധനാക്രമമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോഴും അർമേനിയൻ സഭ മാത്രം അനുഷ്ഠിക്കുന്ന ഒരു ആരാധനാക്രമമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ആമുഖ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ഡിപ്ലോമ തലത്തിലും ബിരുദ തലത്തിലുമൊക്കെ ഈ ഓരോ ആരാധനാക്രമത്തിൻ്റെയും വിശദാംശങ്ങൾ പഠിച്ചതുകൊണ്ട് അവയെക്കുറിച്ച് സൂചിപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ ഞാൻ ഒരുമ്പെടുന്നുള്ളൂ. അലക്സാന്ദ്രിയൻ ആരാധനാക്രമം. അലക്സാണ്ട്രിയൻ ആരാധനാക്രമം നമുക്കറിയാം. അലക്സാന്ദ്രിയ കേന്ദ്രമാക്കിയുള്ള ഒരു വേദപാഠശാല, ഒരു ദൈവശാസ്ത്ര പഠന കേന്ദ്രമുണ്ടായിരുന്നു. ആ പഠന കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി വളർന്ന ആരാധനാക്രമമാണ് അലക്സാണ്ട്രിയൻ ആരാധനാക്രമം. ഈ അലക്സാണ്ട്രിയൻ ആരാധനാക്രമത്തിൽ നിന്ന് 2 ആരാധനാക്രമ കുടുംബങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്ന് കോപ്റ്റിക് ആരാധനാക്രമമാണെങ്കിൽ മറ്റൊന്ന് എത്യോപ്യൻ ആരാധനാക്രമം. കോപ്റ്റിക് സഭകൾ അവയെല്ലാം അനുധാവനം ചെയ്യുന്ന ആരാധനാക്രമമാണ് കോപ്റ്റിക് ആരാധനാക്രമം. പ്രത്യേകിച്ചും ഈജിപ്തിലാണ് കോപ്റ്റിക് സഭകൾ ശക്തമായിട്ടുള്ളത്. ഈജിപ്ത് കേന്ദ്രമാക്കിയുള്ള കോപ്റ്റിക് സഭകളുടെ ആരാധനാക്രമം അത് അലക്സാണ്ട്രിയൻ പൈതൃകത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. മറ്റൊന്ന് എത്യോപ്യൻ ആരാധനാക്രമമാണ്. എത്യോപ്യൻ ആരാധനാക്രമവും ഈ അലക്സാണ്ട്രിയൻ ആരാധനാക്രമ കുടുംബത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് എത്യോപ്യ കേന്ദ്രമാക്കി ആണ് ഈ ആരാധനാക്രമം നിലവിലുള്ളത്. മറ്റൊരു പ്രധാന ആരാധനാക്രമം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൈതൃകവുമായിട്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ കത്തോലിക്കരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ കുടുംബമാണ്. അത് കാൽദിയൻ ആരാധനാക്രമം, കൽദായ സഭയുടെ ആരാധനാക്രമം. ഇത് എങ്ങനെ കേരളത്തിലേക്ക് വന്നു അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഈ കാൽദിയൻ ആരാധനാക്രമ പാരമ്പര്യത്തിൻ്റെ അപ്പസ്തോലിക പൈതൃകം തോമാസ് ലീഹായിൽ നിന്നാണ് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുക. കാരണം തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വരുന്നതിന് മുൻപ്
പേർഷ്യയിൽ പ്രേഷിത പ്രവർത്തനം നടത്തിയെന്നും അവിടെ സഭാ സമൂഹത്തെ സ്ഥാപിച്ചുവെന്നും വിശിഷ്യ സെലൂഷ്യ സ്റ്റെസിഫോൺ പ്രദേശങ്ങളിലെ സഭാ സമൂഹം തോമാശ്ലീഹായുടെ നേരിട്ടുള്ള അപ്പസ്തോലിക പൈതൃകം അവകാശപ്പെടുന്ന സഭകളാണ് എന്നും ആ സഭാ പാരമ്പര്യത്തിലാണ് കേരളത്തിൽ തോമാശ്ലീഹ വന്ന് സുറിയാനി സഭ അഥവാ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിലുള്ള ഒരു സഭാ സമൂഹത്തെ സ്ഥാപിച്ചത്. തോമാശ്ലീഹ വന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ സഭാ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ, അത് അന്ന് പേർഷ്യൻ സഭയുമായുള്ള ബന്ധം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തർക്കവിധേയമായ കാര്യങ്ങൾ. തോമാശ്ലീഹ വന്നപ്പോൾ ഇങ്ങനെ ഒരു കൽദായ ആരാധനാക്രമം കൊണ്ടാണ് കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നത് ബാലിശമായ വാദങ്ങൾ. തീർച്ചയായും തോമാശ്ലീഹ പകർന്നു നൽകിയ വിശ്വാസ പൈതൃകം, പാരമ്പര്യം ഈ രണ്ട് സഭകൾക്കും പൊതുവായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പേർഷ്യൻ സഭ പേർഷ്യയിലെ ഭാഷയും പേർഷ്യയുടെ സംസ്കാരവും പേർഷ്യയുടെ വിശ്വാസ പൈതൃകങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എദേസായിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ പിൻബലത്തിൽ ഒരു ആരാധനാക്രമം രൂപീകരിച്ചു. അത് പിന്നീട് ഒരുപക്ഷെ 4-ാം നൂറ്റാണ്ടിൽ ക്നായിത്തോമായുടെ ആഗമനത്തോടെ ആകാം ഈ ആരാധനാക്രമം അതിൻ്റെ നിയതമായ രൂപഭാവങ്ങളോടുകൂടി കേരളത്തിൽ വന്നിട്ടുണ്ടാവുക. പക്ഷേ തോമാശ്ലീഹ കേരളത്തിൽ വന്ന AD 52 മുതൽ അദ്ദേഹത്തിൻ്റെ പ്രേഷിത പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സഭകൾ തീർച്ചയായും ഇവിടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നുവെന്നും ഇവിടെ മാമോദീസ പരികർമ്മം ചെയ്തിരുന്നുവെന്നും വിവാഹം ഒരു കൂദാശയായി അനുഷ്ഠിച്ചിരുന്നു എന്നുമൊക്കെയുള്ളത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സിറോ മലബാർ സഭ ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പ്ലാസിഡ് പൊടിപ്പാറ അച്ഛൻ്റെ ഒരു നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റോമിൽ പരിശുദ്ധ പിതാവിനെ പൗരസ്ത്യ കാര്യങ്ങളിൽ ഉപദേശിക്കാൻ മാത്രം വലിയ സ്ഥാനത്തിരുന്ന കേരള സഭയുടെ ഒരു വലിയ പണ്ഡിതനായിരുന്നു പ്ലാസിഡ് പൊടിപ്പാറ അച്ഛൻ. കർമ്മലീത്ത സഭാംഗമായ ഈ അച്ഛൻ ഈ കേരള സഭയിൽ നിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ പൊടിപ്പാറയച്ചൻ പറയുന്ന ഒരു നിരീക്ഷണം, അദ്ദേഹത്തിൻ്റെ പല വിഖ്യാത ലേഖനങ്ങളും, അവയിൽ ഒന്നിൽ പറയുന്ന നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൽദായ സഭയും സിറോ മലബാർ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പ്ലാസിഡച്ചൻ പറയുന്ന ഒരു നിരീക്ഷണം ഇതാണ്: കൽദായ സഭയുടെ ഒരു സന്തതി എന്ന നിലയിൽ അല്ല ഇവിടെ സിറോ മലബാർ അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ വളർന്നു. രണ്ടും ഒരേ അപ്പസ്തോലൻ്റെ വിശ്വാസ ചൈതന്യം അപ്പസ്തോലിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയതും തികച്ചും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ സ്വതന്ത്രമായി വളർന്ന് വികസിച്ചതുമായ സഭകളാണ് കൽദായ സഭ, പേർഷ്യയിലെ കൽദായ സഭയും സിറോ മലബാർ സഭയും. അതുകൊണ്ട് കൽദായ സഭയുടെ അധീനതയിലാണ് സിറോ മലബാർ സഭ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അഥവാ ഇപ്പോൾ എണ്ണത്തിൽ കൂടുതൽ സിറോ മലബാറുകാരായതുകൊണ്ട് സിറോ മലബാർ പൈതൃകത്തിന് കീഴിലാണ് കൽദായ പാരമ്പര്യം എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത സഭകളായി സ്വതന്ത്രമായി വളർന്നു വന്നു. എന്നാൽ അവരുടെ അപ്പസ്തോലിക പൈതൃകം അവരെ തമ്മിൽ ആഴത്തിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്നു എന്ന് പറയുന്നത് വളരെയേറെ പ്രസക്തമായ വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വ്യത്യസ്തങ്ങളായ ആരാധനാക്രമം, ലത്തീൻ ആരാധനാക്രമം, അന്ത്യോക്യൻ ആരാധനാക്രമം, ബൈസൻ്റൈൻ ആരാധനാക്രമം, അർമേനിയൻ, അലക്സാന്ദ്രിയൻ, കാൽദിയൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ആരാധനാക്രമ കുടുംബങ്ങളെ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട സത്യം, ഇവയെല്ലാം സ്വതന്ത്ര സഭകളാണ്. ഈ സഭകളെല്ലാം കൂടി ചേർന്നതാണ് ശുദ്ധമാന സഭ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സഭ. അതായത് ഈ അന്ത്യോക്യൻ സഭകളും കൽദായ സഭ, അതുപോലെ കൽദായ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന സഭകൾ, ബൈസൻ്റൈൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന സഭകൾ,
ലത്തീൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന സഭകൾ, അവയെല്ലാം കൂടി ചേരുന്നതാണ് ഈ തിരുസഭ എന്ന് നമ്മൾ പറയുക. അതുകൊണ്ട് എണ്ണത്തിൽ ആരാണ് കൂടുതൽ എന്നുള്ളത് ഇവിടെ അപ്രസക്തമായ ചോദ്യം. കാരണം എണ്ണവും വണ്ണവും നോക്കിയല്ല സഭയുടെ മഹത്വം ആരും നിർണയിക്കേണ്ടത്. മറിച്ച് എല്ലാം ഈശോമിശിഹായുടെ അപ്പസ്തോല പൈതൃകത്തിൽ രൂപം കൊണ്ടതായതിനാൽ ഈ അപ്പസ്തോലിക പൈതൃകത്തെ സഭ എക്കാലവും ഏറ്റവും ആദരവോടെ പരിഗണിക്കുന്നു എന്നുള്ളതിനാലും ഓരോ ആരാധനാക്രമവും പ്രാധാന്യമർഹിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ആരാധനാക്രമം ശുഷ്കിച്ച് ഇല്ലാതായി പോവുകയോ ആ ആരാധനാക്രമ പാരമ്പര്യം ഉപേക്ഷിച്ചിട്ട് അവർ വേറൊരു ആരാധനാക്രമം സ്വീകരിക്കുകയോ ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ കേരളത്തിൽ 3 റീത്തുകളുണ്ട്. മലങ്കര സഭയുണ്ട്, ലത്തീൻ സഭയുണ്ട്, സീറോ മലബാർ സഭയുണ്ട്. ഈ 3 റീത്തുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ എന്താ കാര്യം? ഇതെല്ലാം കൂടെ ഒറ്റ റീത്താക്കി കൂടെ എന്നൊക്കെ പല ക്ലാസ്സുകളിലും ആളുകൾ ചോദിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ ആക്കിയാൽ സഭയുടെ ആ ഒരു വലിയ വിശ്വാസ പൈതൃകമാണ് നഷ്ടപ്പെടും. മലങ്കര സഭയിലൂടെ ഇവിടെ സന്നിഹിതമായിരിക്കുന്ന അന്ത്യോക്യൻ ആരാധനാക്രമ പുണ്യം, അത് ഈ സഭയുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. അത് നഷ്ടപ്പെടുത്തി അതിനൊരു ശല്യമോ ബാധ്യതയോ ആയി മറ്റ് സഭാവിഭാഗങ്ങൾ കരുതരുത്. സീറോ മലബാർ ആരാധനാക്രമ പാരമ്പര്യം അത് ഈ വലിയ സഭാ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ്, സുന്ദരമായൊരു ഭാഗമാണ്. അത് നിർവീര്യമായി പോയാൽ സാർവത്രിക സഭയുടെ വിശ്വാസ പൈതൃകത്തിന് അത്രയും നഷ്ടം സംഭവിക്കുക. ലത്തീൻ ആരാധനാക്രമം സാർവത്രിക സഭയിലെ മറ്റൊരു വലിയ വിശ്വാസ നിക്ഷേപമാണ്. അതിന് കുറവ് സംഭവിച്ച് അതിനേതെങ്കിലും വിധത്തിൽ ഗ്ലാനി സംഭവിക്കുമ്പോൾ സഭയുടെ വിശ്വാസ പൈതൃകത്തിനാണ് കുറവ് സംഭവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക, എല്ലാ റീത്തുകളും ഈ സഭയുടെ സൗന്ദര്യമാണ്. ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങൾ പൂന്തോട്ടത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ചെടുക്കുന്നത് പോലെ, പൗലോസ്ലീഹായുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ ശിരസായ ക്രിസ്തുവിനോട് ചേർന്ന് സഭയാകുന്ന ശരീരം നിലനിൽക്കുമ്പോൾ അന്ത്യോക്യൻ ആരാധനാക്രമം സഭയുടെ കൈയാണ് എങ്കിൽ, ബൈസൻ്റൈൻ ആരാധനാക്രമം ഒരുപക്ഷെ ഈ സഭാഗാത്രത്തിൻ്റെ കാലുകളായിരിക്കും. കൽദായ ആരാധനാക്രമം ഈ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളും ഭാഗങ്ങളും ഇല്ല എങ്കിൽ ശരീരം എത്ര കണ്ട് അപൂർണമാണ്, വികലാംഗമാണ് എന്ന് നമുക്കറിയാം. എന്നതുപോലെയാണ് ദൈവം ഈശോമിശിഹായിലൂടെ തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ അവിടുന്ന് രൂപീകരിച്ച ആരാധനാക്രമ പൈതൃകങ്ങളിൽ ഒരെണ്ണത്തിനും ദോഷമോ കുറവോ വരുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ല. ഇതര ആരാധനാക്രമ കുടുംബങ്ങളെ മറ്റുള്ളവർ ആദരവോടെ മാനിക്കണം. മാനിച്ചാൽ മാത്രം പോരാ, അവയുടെ സൗന്ദര്യം അറിയാൻ വേണ്ടി അവയെ ആഴത്തിൽ പഠിക്കണം. പലപ്പോഴും ഇതൊന്നും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മറ്റ് ആരാധനാക്രമങ്ങളെക്കുറിച്ച് പലപ്പോഴും അതൊക്കെ എന്തർത്ഥമില്ലാത്ത കാര്യങ്ങൾ എന്ന മട്ടിൽ പലപ്പോഴും പലരും പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ കാരണം ഈ ഓരോ ആരാധനാക്രമത്തിൻ്റെയും യഥാർത്ഥ ഭംഗിയും സൗന്ദര്യവും മനസ്സിലാക്കാത്തതുകൊണ്ട്. സ്വന്തം ആരാധനാക്രമത്തെക്കുറിച്ച് അഭിമാനവും ആഴമേറിയ സ്നേഹവും അതനുഷ്ഠിക്കുന്നതിലുള്ള താല്പര്യവും വളർത്തുക. അതോടൊപ്പം തന്നെ ഇതര സഭാവിഭാഗങ്ങളെ, ആരാധനാക്രമത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ തത്വം തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശിഷ്യ കേരളം ഒരുപക്ഷെ ലോകത്തിന് മുഴുവനും മാതൃകയാക്കാവുന്നൊരു പ്രദേശമാണ്. കാരണം ഇവിടെ 3 ആരാധനാക്രമ പാരമ്പര്യങ്ങൾ സഹോദരീ സഭകളായി സന്തോഷത്തിലും സമാധാനത്തിലും വർത്തിക്കുന്നു. ഇവിടെ തൊട്ടടുത്തടുത്ത് തന്നെ കത്തോലിക്കർ, മലങ്കര കത്തോലിക്കരും ലത്തീൻ കത്തോലിക്കരും സുറിയാനി സീറോ മലബാർ കത്തോലിക്കരും ഒരുമിച്ച് ജീവിക്കും.
അന്ത്യോക്യൻ ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും ഒരുമിച്ച് വസിക്കുന്നു. ഇത് സുന്ദരമായ ഒരു സഭാചിത്രമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഈ വ്യത്യസ്തതകളെ ആരും ശത്രുതാ മനോഭാവത്തോടെ കരുതരുത്. ഈ വ്യത്യസ്തതകൾ ഒരു ഭാരമാണ് എന്ന് ചിന്തിക്കരുത്. ഈ വ്യത്യസ്തതകൾ സൗന്ദര്യമാണ്. ഈ വ്യത്യസ്തതകളെല്ലാം കൂടി ചേരുമ്പോഴാണ് സഭയാകുന്ന ഗാത്രത്തിന് സമ്പൂർണത കൈവരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727, 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.